എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കർണാടക ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളെവിടെയുള്ള ഇപ്പം നമ്മൾ സിർസിക്കടുത്തുള്ള സ്ഥലപ്പേരനായിരുന്നു ഹനുമാൻതി ഹനുമാന്തി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സിർസിയിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഇപ്പം നന്നായിട്ട് മഴ തൂളുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുമട്ടേന്ന് സിർസി ഘാട്ടൊക്കെ കയറി. വേറെ പേരുടെ ഉണ്ടായിരുന്നല്ലോ, ദേവിമന ഘാട്ടൊക്കെ കയറി ഇങ്ങനെ വന്ന് നമ്മൾ സിർസിക്കടുത്തെത്തി. അതെ, ഇനിയിപ്പോൾ നമ്മൾ ഇതുവഴി നേരെ മുംബൈയിലേക്ക് പോവുകയാണ്. അതെ, ഫാദർ ഡോട്ടേഴ്സ് അച്ഛനും മക്കളും കൂടെ നേരെ മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്തോ? ആര് സ്റ്റാർട്ട് ചെയ്യണം? ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോ. എല്ലാം നല്ല ഓടിട്ട വീടുകൾ, നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു പഴമ തോന്നും. പുത്തേ ട്രാവൽ വ്ലോഗിന്റെ അച്ഛനും മക്കളുമായിട്ടുള്ള ബോംബെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. സിറിസ് എന്ന മരത്തിൽ നിന്നാണ് സിർസി എന്ന പേര് വന്നത്. സിർസോ? സിറിസ്. നമ്മുടെ ഈ കാണത്തില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ നല്ലൊരു റോസ് കളറും മഞ്ഞ കളറൊക്കെ ഉള്ളൊരു പൂവുള്ള, ഈ അപ്പൂപ്പൻ താഴെ തന്നെ പൂ പോലെ ആവുന്ന ഒരു ടൈപ്പ് പൂ ഉണ്ടാകുന്ന മരയില്ലേ, അതാണ് സിറിസ്. ഇവിടെ അതിന് സിർസാന്ന് അങ്ങനെ കണ്ടാ പറയുന്നത്. ആ മരത്തിന് കന്നഡയില് അങ്ങനെയാണ് പേര് വന്നത്. സിർസി എന്നുള്ള പേര് വന്നത്. സിർസ് സിർസി എല്ലാം കൂടെ നാക്ക് കുഴഞ്ഞാനിപ്പോ. അതെ, നല്ല മഴയല്ലേ? നല്ല മഴ. നമ്മള് പോരുമ്പോ ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്യട്ടെ. നമ്മള് പോകുന്ന പിറ്റേ ദിവസം തൊട്ട് മഴയാ. മഴയായിരുന്നു. നമ്മള് പോരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു തോന്നുന്നു മഴ പെയ്യാൻ. കണ്ടോ, ഇവിടെ കണ്ടോ, എല്ലാം ഓടിട്ട വീടുകളാ. പഴയ ഒരു ഇതാ. നല്ല ഇത് സ്കൂളുകൾക്കൊക്കെ. അതെ, സ്കൂളായിരുന്നു. കൊള്ളാല്ലേ, റോഡിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ കടകൾ, അതെല്ലാം ഓടായിട്ട്. ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ള വീടുകളൊന്നും അല്ല. ഇതിലുണ്ടല്ലോ, നമ്മൾ വന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ പഴയ വീടുകളുണ്ട്, നല്ല പഴക്കമുള്ള വീടുകളാണ്. നമ്മള് ഇപ്പൊ ഈ ഒരു കുറുമ്പനിക്ക് കയറി വരുന്ന കണ്ടില്ലേ, മഹേന്ദ്രയുടെ വാന്, അത് തിരിച്ചങ്ങോട്ട് പോകുന്ന കണ്ടു. നിറച്ചു വാഴക്കൊലയാ മോളിലും. ആള് യാത്ര ചെയ്യാനൊന്നും, ആൾക്കാർ കയറാനൊന്നും അല്ല ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു, ലോഡ് അടിക്കാനാന്ന് തോന്നുന്നു. ഈ സിർസി ഏരിയയിൽ ഇഷ്ടംപോലെ കൃഷികളുണ്ട്. ഇഷ്ടംപോലെ കൃഷികൾ. അടയ്ക്കാണ് ഇവിടുത്തെ മെയിൻ കൃഷി. നമ്മളിപ്പോ ഈ വരുന്ന വഴിക്കെല്ലാം അടയ്ക്കാത്തോട്ടം കാണാമല്ലോ. പിന്നെ മെയിൻ വരുന്നത് ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്. ഏലക്കയുണ്ട് ഇവിടെ? ഏലക്കയുണ്ട്, ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും. ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഴയുണ്ട്. വാഴയുണ്ട്. പിന്നെ വാനില ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നേക്കാം. ശരിക്കും ഇവിടുന്ന് നേരെ വേണമെങ്കിൽ ഹുബ്ലിക്കും പോവാം. ഹുബ്ലിക്ക് പോകുന്ന വഴി മോശമാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹുബ്ലി റൂട്ടിൽ പോകണ്ട, നമുക്ക് ഇവിടുന്ന് നേരെ എല്ലാപ്പൂരേക്ക് കയറാം. ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ഉള്ളൂ എല്ലാപ്പൂരിന്. അപ്പൊ ഇതൊക്കെ സിർസിയുടെ ഭാഗങ്ങളാണ്. സിർസി ഞാൻ ഒത്തിരി നാൾ മുമ്പ് കാറും കൊണ്ട് ഒരു പ്രാവശ്യം ഇതിലേ വന്ന. ഇവിടുന്ന് ലെഫ്റ്റ് നേരെ എല്ലാപ്പൂര് പോയേക്കാവേ. ഇങ്ങനെയുള്ള ടൗണുകളാണെങ്കിൽ അല്ലേ സുഖമാ, ഒരു തിരക്കും ഇല്ല, നല്ല വീതിയുള്ള നല്ലൊരു ചെറിയ ടൗണ്. ഈ എല്ലാപ്പൂരിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ഇവിടെയാ, സിർസിയിലാ. പണ്ഡിറ്റ് ജനറൽ ഹോസ്പിറ്റൽ സിർസി. പുതിയൊരു ചർച്ച് പുതുക്കി പണിതാന്ന് തോന്നുന്നു. സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം. സിർസി ഒരു ഡിസ്ട്രിക്ട് അല്ലേ, ജില്ലാസ്ഥാനമാണോ? ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിലെ ഒരു ജില്ലാസ്ഥാനം പോലെ തന്നെ താലൂക്ക് ഹെഡാ. ഇവിടുന്ന് നേരെ പോയാൽ ഹുബ്ലി പോവും, നമ്മൾ റൈറ്റ് പോവാം എല്ലാപ്പൂരേക്ക്. സിർസി സബ് ഡിസ്ട്രിക്റ്റാ. ഇതിന്റെ അണ്ടറിൽ വരുന്ന താലൂക്കാ എല്ലാപ്പൂരും മഡ്ഗോഡും ഒക്കെ. ഏതാ എല്ലാപ്പൂരും? മഡ്ഗോഡ്. ഞാൻ പണ്ടൊന്നും ഇതിലെ ജീപ്പിന് വന്നായിരുന്നു. അല്ല, ജീപ്പല്ല, കാറും കൊണ്ട് വന്നായിരുന്നു. പക്ഷേ ഈ ടൗണിലേക്കൊന്നും ഒട്ടും കറങ്ങിയില്ല. ഇതിലെയോ വന്ന് അങ്ങനെ അങ്ങ് വന്നു പോയതേ ഉള്ളൂ. അത് രാത്രിക്കായിരുന്നു. നല്ലൊരു സിറ്റിയാ. നല്ല സിറ്റിയാ, അത്യാവശ്യം സ്ഥലമുണ്ട്. മഡ്ഗോഡ് അല്ലായിരുന്നു, മുഡ്ഗോഡ്. അതാ ഞാൻ ഓർത്ത് മഡ്ഗോവയാണ്. മഡ്ഗോവാണ്, ഇതും കൂടെ മാറിപ്പോയി. ഗോവയിലെ സ്ഥലമായിരുന്നു വെച്ചത്. ഇത് ഇത്രയും ഒരു ടൗൺ ആണെങ്കിലും ഉണ്ടാവും. റോഡൊക്കെ നല്ല വീതിക്കും ബിൽഡിങ്ങുകളെല്ലാം ഉള്ളിലേക്ക് വലിച്ചാ പണിതേക്കുന്നത്. ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് പണിതാന്ന് തോന്നുന്നു. അതല്ലേ, ആ സ്കൂളൊക്കെ പഴയ സ്കൂൾ, അത്ര ഉള്ളിലേക്കല്ലേ ഇരിക്കും. ഈ കർണാടകയിലെ മിക്ക ഉള്ളിലോട്ടുള്ള ടൗണുകളും ഇതുപോലെ തന്നെയാണ്. അന്ന് നിങ്ങളില്ലായിരുന്നല്ലോ അല്ലേ? കാർക്കലയൊക്കെ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നല്ല വീതിയുണ്ട് റോഡ്.
പച്ചക്കറിയൊക്കെ ഇരിക്കുന്നു. പച്ചക്കറി കുക്ക് പച്ചക്കറി വല്ലതും വേണോ? അതിന് നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നില്ലല്ലോ. ഉണ്ടാക്കുന്നുണ്ടോ? നാളെ തൊട്ട് എന്നെ ആളിലും കുക്കിംഗ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടാ ശരിയാകത്തില്ല. നല്ല വീതി ഉള്ളതുകൊണ്ടേ ഈ വലിയ വണ്ടികളൊക്കെ ബസ്സുകളൊക്കെ ഈ സൈഡിൽ ഒതുക്കാം. ഇതിന്റെ മുന്നേ വേണം ഇടാം കേട്ടോ, അങ്ങോട്ട് ഇടാം. അതിന് മുന്നേ വഴിയാ. അതെ, അതിന്റെ അപ്പുറം ഇട്ടു. പോലീസ് സ്റ്റേഷൻ, കർണാടക സ്റ്റേറ്റ് പോലീസ്. नाम क्या है आप? सुधर्मा. इधर है सिरसी. ओके ओके. ബസ്സിന് ഡ്രൈവറാ? ഓക്കെ ഓക്കെ. ബാംഗ്ലൂർ എവിടെ? ചായക്കാരൻ നിപ്പുണ്ട്. ചായ വേണ്ടല്ലോ അല്ലേ? ചായ വേണ്ട. എന്താ കഴിക്കാൻ വേണ്ടേ? ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീനല്ലേ, അപ്പൊ നമുക്ക് മീൻ കൂട്ടി എന്തെങ്കിലും കഴിക്കാം. മീൻ കൂട്ട തന്നെ കഴിക്കാം. ഇവിടെയുള്ള മീനിന്റെ ലിസ്റ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലേത് വേണമെന്ന് പറഞ്ഞാൽ ഇതേ കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. ഒരു പ്രോൺ സുക്ക പറഞ്ഞാ അതാ പാത്രത്തിൽ ഇരിക്കുന്നത്. പാഴ്സൽ മേടിക്കേണ്ടി വരും. അതെ, ഇത് പ്രോൺ സുക്ക, അത് ഷെൽ സുക്ക, കക്ക. ഇത് കക്ക. ഇതാണ് ചോറ്. ചോറും സാമ്പാറും രസവും മോരാന്ന് തോന്നുന്നു. അത് മോര് ആണോ? അല്ല, അത് മോര ആണോ? ചേമോര് പോലെ തന്നെ. അതിനകത്ത് ജീരകം ഇട്ടിട്ടുണ്ടല്ലേ? പിന്നെ കപ്പളങ്ങാത്തോരനും ഉണ്ട്. ഇതെന്നാണ് മീൻ ചമ്മന്തി. ഇതാണ് പറ്റിപ്പോയത്. ഒരു പ്രോൺ സുക്ക പറഞ്ഞാ ഞങ്ങൾക്ക് 3 പേർ കൂടെ കഴിക്കാനുള്ള സാധനമുണ്ട്. ഇല്ല, ഇത് കുഴപ്പമില്ല. അല്ലല്ല, ഇത് ആഴമില്ല, പാത്രം വലിയാന്നേ ഉള്ളൂ. അല്ലെന്നേ, കൂടുതൽ കാണും. ഗ്രേവി ആയിരിക്കും കൂടുതൽ. നോക്കാം. മീൻ എന്നാ പറഞ്ഞേ? ഏത്? ഇത് അഞ്ചൽ മറ്റേ ഇത് നെയ്മീനാ പറഞ്ഞത്. നെയ്മീൻ എന്നാ? ഏത് ഫ്രൈയാ? റവ ഫ്രൈ. നെയ്മീൻ റവ ഫ്രൈയാ പറഞ്ഞത്. അപ്പം മീനൊക്കെ ഇന്നൂടെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നാളെ തൊട്ട് നമുക്ക് കുക്ക് ചെയ്ത് വേണം കഴിക്കാൻ. വടപ്പ ഒന്നുമില്ല, നടക്കല്ല. ഞങ്ങൾ നടത്തുകയല്ല, ഞങ്ങൾ കുക്ക് ചെയ്യിപ്പിക്കും. അതെ, പൊന്നന്റെ ശ്രമം വന്നു. അയ്യോ, അതും ഒത്തിരി ഉണ്ട്. അയ്യോ, ഒരെണ്ണം പറഞ്ഞു. ഒരെണ്ണം ഇല്ല, ഞാൻ വേറെ പറഞ്ഞില്ല. ഭാഗ്യത്തിന് വേറൊന്നും പറഞ്ഞില്ല. ഇനി ഇത് പാഴ്സൽ മേടിക്കാം. വൈകുന്നേരം ഓരോ റൊട്ടീൻ മേടിച്ച് കഴിച്ചാൽ മതി. അതേ നടക്കുള്ളൂ. നെയ്മീൻ ഇതുവരെ എത്തിയിട്ടില്ല. നെയ്മീൻ എത്തിയില്ല. ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ. ഇത്രയും വലിയ മീനാന്ന് അറിയത്തില്ലായിരുന്നു. ഈ കിളി പോലിരിക്കുന്ന ഒരു മീൻ. ചെറിയതാ. അത് ഒരു കാര്യം ചെയ്യാം, മറ്റേ പ്രോൺസ് തൊടണ്ട. അതേപടി പാഴ്സൽ എടുക്കാം, അതാ നല്ലത്. ഇതാണ് പൊന്നുവിന്റെ റവ ഫ്രൈ, നെയ്മീൻ റവ ഫ്രൈ. നെയ്മീൻ റവ ഫ്രൈ, അഞ്ചൽ ഫ്രൈ. ഈ മീൻ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നല്ല മീനാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല എടുത്തോ, പോയേക്കാം. ഫുഡ് കഴിക്കാൻ പോയി കുറേ സമയം പോയി. അതിന് താക്കോല് കണ്ടോ? അതാ കിളിയുടെ ഉത്തരവാദിത്തം കണ്ടോ? ഉച്ചക്കത്തെ ഊണ് ഇച്ചിരി ഹെവി ആയിപ്പോയി. ഇനി വൈകിട്ട് പോലും ഒന്നും കഴിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ പ്രോൺ സുക്ക പാഴ്സൽ പറഞ്ഞിട്ട് നിങ്ങൾ പാഴ്സൽ എടുക്കാതെ പോകുന്നു കവറല്ലേ? എന്റെ 2 കയ്യിൽ സാധനമായിരുന്നു, അത് കഴിഞ്ഞപ്പോ ഞാൻ വിട്ടുപോയി. കടയിലെ പയ്യൻ വണ്ടിയുടെ അടുത്തുകൊണ്ട് തന്നു, അല്ല നമ്മൾ മറന്നു പോയേനെ. ഫുഡ് ഹെവി ആവാതിരിക്കാൻ വേണ്ടിയാ എനിക്ക് മറ്റേ തവ ഫ്രൈ കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഷെല്ലിൽ ഒതുക്കി. ഉടനെ 2 പേരോട് അപ്പത്തേ ലിസ്റ്റ് സാധനം പറഞ്ഞിട്ടിരിക്കുക. RM ഷെട്ടി പോളിടെക്നിക്, വിദ്യാനഗർ സിർസി. അല്ല, എനിക്ക് പറ്റിയ എന്നാന്നറിയോ? പൊന്നു ഒരു റവ ഫ്രൈ പറഞ്ഞു. ഏതാ മറ്റേ ഇത് നെയ്മീൻ. ഞാന് കിളിമീൻ പോലെയുള്ള മീനാ ഞാൻ അതാണെന്ന് ഓർത്തത്. അപ്പൊ അത് ചെറുതും അതിനകത്ത്, ആ പടത്തിനകത്ത്. അപ്പൊ അതായിരിക്കും എന്ന് ഓർത്തു ഞാൻ. അതെ, നെയ്മീൻ ചെറുതായിരുന്നു. പീസ് ആയതുകൊണ്ട് ചെറുതായിരുന്നു. കഴിഞ്ഞ ദിവസം കിട്ടിയാലും ചെറുതായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ അത് പിന്നെ പുള്ളി പറയുന്നത് അത് ചെമ്പല്ലിയാ. അത് 1/2 കിലോയുടെ ഒരെണ്ണം 1 കിലോ ആയിരുന്നു. അതിന് 840 രൂപ. അപ്പൊ അതാണ് പറ്റിപ്പോയത്. അപ്പൊ ഇത് ഇവിടുന്ന് വഴി ചെറുതായി കേട്ടോ. ഡാണ്ടലി, ഹലിയാൽ, എല്ലാപുര വഴി വേണം നമുക്ക് പോകാൻ. പിന്നെ ഞാൻ ഇത് പറഞ്ഞില്ലേ, പ്രോൺ സുക്ക പറഞ്ഞ എല്ലാവർക്കും കൂടെ കുറച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. അപ്പോൾ എല്ലാം കൂടെ 1900 രൂപ. ഈ ട്രിപ്പത്തെ ബാറ്റ തീർന്നു കേട്ടോ.
ആ പിന്നെ കിളിക്ക് പിന്നെ കുഴപ്പമില്ല, ലാഭ ശമ്പളം ഇല്ലല്ലോ. ട്രെയിനിങ് പീരീഡ്. ട്രെയിനിങ് പീരീഡ്. അല്ല എനിക്ക് അങ്ങനെ തരും. ഞാൻ ആകെ പറഞ്ഞ ആ ഇതല്ലേ ഷെല്ലല്ലേ. നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോ പിന്നെ അല്ലേ. അതെ, 2 ഡ്രൈവർമാരല്ലേ. ആ ഇങ്ങനെയൊക്കെ ആ വണ്ടിയിൽ ഓരോ ഡ്രൈവർമാര് പോയിട്ട് അലമ്പാവുന്നത്. അതെ, ഒരാള് ചിലപ്പോ സാമ്പാർ ഒരു കറി മേടിച്ചിട്ട് സാമ്പാർ ഒഴിച്ച് കഴിക്കും, ഒരാള് മട്ടൻ മൂട്ടിയും കഴിക്കും. അന്നേരം ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ. അതെ, ഈക്വലായിട്ട് കണക്ക് എഴുതും, അപ്പൊ അത് പ്രശ്നമാവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് ലാഭം. അതെ, ഇത് സ്റ്റേറ്റ് ഹൈവേയാ, ചെറിയ വഴിയാ. ഇതും വനമാണ്. എല്ലാപ്പോഴും അല്ലെങ്കിലും വനമാണല്ലോ നമ്മൾ അങ്ങ് മറ്റേ വഴിക്ക് പോകുമ്പോഴും. ഇവിടെ വനം മനസ്സിലാവുന്നില്ലല്ലോ. അതെ, കുറച്ചിങ്ങ് വരുമ്പോ വീടും കാണാം. അത് വനത്തിന് അതിന്റെ സൈഡിലും ഇതുപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് നമ്മളെ എല്ലാപ്പൂര് വഴി പോകുമ്പോഴും കാണത്തില്ലേ എന്ന് പറഞ്ഞാല്. ഈ ലെഫ്റ്റ് സൈഡ് വനമായത്. ദസനഗഡൈ. വീതി കുറവാണെങ്കിലും നല്ല വഴിയാ. വീതി കുറവെന്ന് പറയാൻ പറ്റില്ല, 2 വണ്ടി പാസ്സായി പോകുമല്ലോ. താരാഗോഡ് ഇതെല്ലാം സ്ഥലപ്പേരല്ലേ. അതുകൊണ്ടാ അവര് ഫുഡ് കൊണ്ടുവന്ന് വഴിയിലിരുന്ന് കഴിക്കുന്നതാണ്ടോ. ഇങ്ങോട്ട് മഴയൊക്കെ പെയ്തതുണ്ടോ, നല്ല പച്ചപ്പായി, വനമെല്ലാം നല്ല നിറഞ്ഞ് തളിർത്ത് നിൽക്കുന്നു. ഈ നമ്മള് കർണാടക കയറി കഴിഞ്ഞ പിന്നീട് കന്നഡയല്ല ബോർഡുകൾ കൂടുതൽ കാണുന്നത്. മൊത്തം കന്നഡയാ. അല്ലാതുള്ള ബോർഡുകൾ വളരെ കുറവാ. പിന്നെ ഈ ഓരോ സ്ഥലം ഹൈവേലുണ്ട്. ഈ വഴി എന്നിട്ടുണ്ടല്ലോ, നമ്മള് എല്ലാപ്പൂര് ഘാട്ട് കയറി വരികയല്ലേ, അതായത് അർബൈൽ ഘാട്ട്. അതായത് ആ അർബൈൽ ഘാട്ടിന്റെ മുകളിലാണ് വന്ന് നമ്മള് കയറുന്നേ ചെല്ലുന്നേ ഈ വഴി. കണ്ടോ, എല്ലാപ്പൂര് 38 കിലോമീറ്റർ. അതാ കിലോമീറ്റർ കണക്ക് കൂട്ടുന്നത്. അതൊന്നുമല്ല, പിന്നെ ഈ വഴിയിലും ചെറിയ കയറ്റവർക്കൊക്കെയാ. അപ്പുറത്തെ വഴി പോകുന്നതിലും ദൂരം ഉണ്ടോ ഇത് വഴി പോകുമ്പോ? ഇല്ല, 2 വഴിയും ഏകദേശം ദൂരം സെയിമാ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഹുലഗോൾ. എല്ലാ വഴിക്കും ബസ്സുണ്ട് ഇഷ്ടം പോലെ. കാട്ടുപോത്ത് 2 എണ്ണം. കാട്ടല്ല, നാട്ടുപൊട്ടന്മാരാ. പണ്ടത്തെ ഒരു വലിയ തറവാടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും അവിടെ താമസമുണ്ട്. പണ്ടത്തെ തന്നെ അല്ലേ ഇപ്പോഴത്തെ. അതെ, നല്ല രസമുണ്ടല്ലേ, അടിപൊളി ഇതുണ്ടോ വെള്ളയല്ല. അതെന്താന്നറിയാ അതിന്റെ പേര്? അമ്മ കറമ്പി മാളെ വിളമ്പി മകളുടെ മാളൊരു സുന്ദരിക്കോത. നമ്മളെ ഇത്രയും വർഷം ശരിക്കും ഈ എല്ലാപ്പൂര് വഴി അങ്കോളം വന്ന് എല്ലാപ്പൂര് കയറി പോയിട്ട് പോയി. ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇതിലേ വന്നിട്ടില്ല. തുടകുനി SH 93. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ, എല്ലാം മൃഗങ്ങളുടെ പടവാ. വനത്തിനകത്തുള്ള വെയിറ്റിംഗ് ഷെഡ് ആയോണ്ടാ. കടുവയൊക്കെ ഉണ്ട് കേട്ടോ, കടുവയുടെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോറസ്റ്റ് ഓഫീസായിരുന്നു തോന്നുന്നു. അതെ, ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ കൃഷി സ്ഥലമാണ്, നല്ല നെല്ലൊക്കെ ഉള്ള സമയത്ത് വരണം. അതുകൊണ്ട് ആ കമുകയിൽ ഇട്ടേക്കുന്ന മൊത്തം, അല്ല വാഴയല്ല, വാഴയുണ്ട്, കമുകയിൽ ഇട്ടേക്കുന്ന മറ്റേ വെറ്റക്കൊടിയാ. ഇതാ വേഴാമ്പലല്ലേ? അതെ, വേഴാമ്പലിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ബാക്കി കന്നഡ ആയതുകൊണ്ട് അറിയത്തില്ല എന്നാ. മിക്കവാറും ഇവിടെ ഉണ്ടാവും വനത്തിൽ, അതായിരിക്കും. ഉണ്ട്, ഇവിടെ ഉള്ളതിന്റെ ആണല്ലോ പടം കൊടുക്കുന്നേ. തെങ്ങുണ്ട്, കമുകുണ്ട്. കുരുമുളകല്ലേ? കുരുമുളകല്ല, ഇതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുരുമുളക് കേട്ടോ. ഇത് കുരുമുളകാ, പക്ഷെ പുറകെ കുരുമുളകല്ല. അങ്ങ് എന്നെ കണ്ടത് വെറ്റായിരുന്നു. അത് നമ്മൾ അതിന് മുമ്പും കണ്ടായിരുന്നു വന്ന വഴിക്ക്. കാപ്പി നടാൻ പോവാ, മഴയൊക്കെ പെയ്തോണ്ടേ. എല്ലാപ്പോഴും 30 കിലോമീറ്റർ കൂടെ. കമുകിന്റെ ഒക്കെ പൊക്കം കണ്ടോ, നമ്മള് ഇവിടെ കണ്ട പോലെ അല്ല. ചിക്കമംഗളൂർ ചെന്നപ്പം കമുകിനൊന്നും ഇത്രയും പൊക്കമില്ലായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര പൊക്കമുള്ള കമുക്. ചാവട്ടി. കുരുമുളകാ. ഇതാ ഞാൻ മുമ്പേ ചോദിച്ചത്. അല്ലല്ല, ഒരിടത്ത് വെറ്റ ഉണ്ടായിരുന്നു. ഇത് അല്ലല്ലേ, ഇത് പക്ഷേ കുരുമുളകിന്റെ ഈ കൊടിയെ എല്ലാം വലുതാ നമ്മുടെ അവിടുത്തെക്കാട്ടിലും. ഇലയ്ക്ക് വലിപ്പമുണ്ട്. എല്ലാം ഈ സൈസ് 2 നില വീടാ അല്ലേ? ഇത് 2 നിലയല്ല, ഇത് ഒറ്റ നില തന്നെയാണ്. 2 നില അല്ല. കാനഗോഡ്. ഗ്ലാസ് കാത്താലേ ഈ ചീവീടിന്റെ എന്നാ കരച്ചിലാന്നറിയോ? വനമല്ലേ. വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് പോവാൻ തോന്നുന്നു. വാഴയിലായിരിക്കും തലയിൽ. വാഴയിലക്കകത്ത് എന്തോ വെച്ചു. വാഴയിലക്കകത്ത് വെച്ചാലായിരിക്കും. ഈ വനത്തിലേ ആനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ആനയുടെ ഒക്കെ ഫോട്ടോ വെച്ചാനേ. ഒരു ബോർഡ് പോലും ആനയുടെ കണ്ടില്ല. പശുവിന്റെ 2-3 ബോർഡ് ഉണ്ട്. കൂടുതലുള്ള കുരങ്ങനും ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ പക്ഷെ ഈ രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഈ വനത്തില് കരിമ്പുലിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് രാത്രിക്ക് വന്നപ്പോ. ഇതിന്റെ പുലിയുടെ പക്ഷെ ബോർഡുണ്ട്. അപ്പറേ ഉണ്ടായിരുന്നു. പുലിയുടെ ബോർഡുണ്ട്. വെയിറ്റിംഗ് ഷെഡിലെല്ലാം പുലിയാ, മൊത്തം പുലി. ഇനി മൃഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ
ഉള്ളിലേക്കാന്ന് തോന്നുന്നു. അധികം അങ്ങനെ ശല്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ലെന്നാ തോന്നുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലല്ലോ. ബലേഹഡ ബലേഹഡ ഹദ്ദ. വഴിയെന്ന് മാറുകയല്ലോ നോക്കി. ഇഷ്ടംപോലെ പശുവുണ്ട്. ചില പശുവിന്റെ കൊമ്പ് കാണണം ഭയങ്കര കൂർത്തായിരിക്കുന്നെ. പച്ചക്കറി വണ്ടിയാന്ന് തോന്നുന്നല്ലേ? ആ, ഫ്രൂട്ട്സും കൊണ്ടിരുന്ന വണ്ടിയായിരിക്കും. ഈ വഴിക്ക് 30 കിലോമീറ്ററിന് 2 മണിക്കൂർ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. കയറ്റം ഇറക്കം തന്നെ. കിലോമീറ്റർ അങ്ങ് നീങ്ങുന്നില്ല നോക്കിയാ. ഇനി 24 കിലോമീറ്റർ ഉണ്ട്. ഈ വഴി നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? നല്ല എക്സ്പീരിയൻസാ. കയറ്റം ഇറക്കവും. ആ, ഇവിടെ ഒരു പമ്പും ഹോട്ടലും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നേരെ തന്നെ അല്ലേ? നമുക്ക് നേരെ നേരെയല്ല, വഴിയില്ല, പമ്പിലേക്കുള്ള വഴിയാ. കാട്ടൂർ യെല്ലാപുര ഹലിയാൽ. ഇപ്പം ഈ സ്ഥലമാണ് ഉമ്മച്ചാഗി. കാട്ടൂരിൽ നിന്ന് ഒരു സ്ഥലപ്പേര്. അങ്ങോട്ട് പോകുന്നത് കാട്ടൂരാ. നമ്മൾ കാട്ടൂരിൽ കൂടെ അല്ലേ വരുന്നത്, കാട്ടിക്കൂടല്ലേ വരുന്നത്. അതെ. ഇവിടുത്തെ പക്ഷെ സ്ഥലപ്പേരുകളൊക്കെ ഭയങ്കര വ്യത്യാസം അല്ലേ? നമ്മളീ വരുന്ന വഴിയിൽ നിന്നൊക്കെ ഉള്ളിലേക്കെല്ലാം ജനവാസമുള്ള ഏരിയയാ. നല്ല സുന്ദരമായ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അതെ, ഇത് സ്കൂളാന്ന് തോന്നുന്നു. അതെ, സ്കൂളാ. ഈ തവണത്തെ നമ്മുടെ ലോഡ് നമ്മുടെ സ്വന്തം കോട്ടയത്ത് നിന്നും ഭീവണ്ടിക്കാണ്. ബോംബെയിലെ ഭീവണ്ടിയിലേക്കാണ്. ആണി അടിച്ച പെട്ടിപ്പലക, അതായത് റബ്ബറിന്റെ പലക, പെട്ടിക്ക് വേണ്ടി പാക്കിംഗ് കേസ്. അതാണ് നമ്മുടെ ലോഡ്. കണ്ടോ ആ ഷെഡിന്റെ സൈഡിൽ കണ്ടോ? വെയിറ്റ് ഷെഡിന്റെ സൈഡിൽ കണ്ടോ? പുലി നിൽക്കുന്ന. ആ, KSRTC കയറി വരുന്നുണ്ട്. അത് വേണം പോയിട്ട് നമ്മൾ പോയാലും മതി. അതെ, അവര് പൊക്കോട്ടെ. വേണ്ട, വെയിറ്റ് ഷെഡ് അല്ലേ? അതെ, അത് വെയിറ്റിംഗ് ഷെഡാ. ആ, മഞ്ചിക്കേരി. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ തന്നെ വരണം, മഞ്ചേരി. ആ, അത് മഞ്ചേരി. ഇങ്ങോട്ട് ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ ഇപ്പൊ എത്ര ബസ് നമ്മൾ കണ്ടു. ഇത് സിർസി പോകുന്ന വണ്ടി കേട്ടോ, ബെൽഗാവി സിർസി. അപ്പം ബെൽഗാമിന്ന് വരുന്ന ബെൽഗാം സിർസി ഓടുന്ന ബസ്സാണ്. ഇതുവഴി ബസ് സർവീസ് നല്ല രീതിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് ബസ് എന്റെ ഏരിയ പോകുന്നത്. അത് പക്ഷേ മറ്റേ റൂട്ടിലാ, കുംട റൂട്ടില്. ഈ റൂട്ടിൽ അത്രയില്ല, എന്നാലും ബസ് ഉണ്ട്. അല്ലല്ലോ, ഈ റൂട്ടിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു കുംടേനേക്കാൾ ഇങ്ങോട്ടാ വണ്ടി കൂടുതലുണ്ട്. നമ്മളെന്താ മെയിൻ റോഡിൽ ചെല്ലാത്ത? നമുക്ക് ഇനി ഒരു 10-18 കിലോമീറ്റർ കൂടെ ഉണ്ട്, എന്നാലേ മെയിൻ റോഡിലോട്ട് ചെല്ലത്തുള്ളൂ. ഈ സാധനത്തിനല്ലേ നമ്മൾ ഊട്ടിയിലെ? അതെ, സെയിം പോത്ത്, ഊട്ടിലെ പോത്ത് പോലെ തന്നെ. പോലീസ് ഔട്ട് പോസ്റ്റ് മഞ്ചിക്കേരി. പോലീസ് ഔട്ട് പോസ്റ്റ് ഒക്കെ നല്ലതല്ലേ? നല്ല എല്ലാം ആ ഒരു രീതിക്കാ പണിതേക്കുന്നത്. ഇവിടുത്തെ ഒരു സ്റ്റൈല്. ഇതും പോലീസ് ഔട്ട് പോസ്റ്റ്. ഇത് ഫോറസ്റ്റിന്റെ അതുണ്ടോ? ആ വണ്ടികളൊക്കെ അല്ല, അപ്പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ബോർഡ് ഉണ്ടായിരുന്നു. ആണ്. അന്നാ വണ്ടികളൊക്കെ പോലീസ് പിടിച്ചിട്ടേക്കുന്ന കുറെ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, മീൻ വണ്ടിയൊക്കെ. നമ്മളെ ഇത് ഫോറസ്റ്റ് ഓഫീസാ. അത് നമ്മളെ ഇവിടെ യാന കേവിലൊക്കെ ഉണ്ടായിരുന്നു. യാന കേവ് ഇപ്പൊ ഇന്ന് പോകാൻ സമയമില്ലായിരുന്നു. അതാ പിന്നെ യാന കേവ് ഉണ്ട്, പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ വെള്ളച്ചാട്ടം 2 ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇനിയും വരുമ്പോ വെള്ളമൊക്കെ. ഇപ്പം വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നും കാണത്തില്ല, മഴ പെയ്തു. മഴ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അവിടുന്ന് വന്നപ്പോ ഒരു പാലം കയറിയില്ലേ, ആ തോട്ടിലൊക്കെ വെള്ളം ഇപ്പൊ പെയ്ത മഴയിൽ വന്ന വെള്ളമുള്ളൂ, കുറച്ച് വെള്ളമുള്ളൂ. നല്ല ഇറക്കം, വഴി നല്ല കേട്ടോ. കുറച്ച് നേരമായിരുന്നു നമ്മള് കയറ്റം കയറാൻ തുടങ്ങിയിട്ട്. അതെ, പാമ്പ് പിന്നെ എല്ലായിടത്തും ഉണ്ട്. പാമ്പ് എല്ലായിടത്തും കാണും. ഇതന്നെ പരിപാടി. ഇവിടെ ആ മരമല്ല, പോസ്റ്റാകട്ടെ എൽസിഡി ബോർഡ്. ഇത് മറ്റേ കുഴിക്കുന്ന സാധനമാണ് പുറകിലത്തെ. വലിയൊരു പാലമാണല്ലോ. ആ നദിയിൽ പോലും വെള്ളമില്ല, കുറച്ച് വെള്ളമുള്ളൂ. കണ്ടോ, ഇത് പഴയ പാലം. അപ്പോൾ അത് ഒത്തിരി വർഷം മുന്നേ തന്നെ ഉപയോഗിക്കാതായി. ഇത് നദിയല്ല, ഇത് ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന കേട്ടോ. ആ മരങ്ങളൊക്കെ കണ്ടോ? നമ്മളവിടെ തേക്കടിയിൽ നിൽക്കുന്ന പോലെ, തേക്കടിയിൽ പോകുമ്പോ കാണില്ലേ, അതുപോലത്തെ മരങ്ങളാ. വെള്ളം കയറിയിട്ട് ഉണങ്ങിപ്പോയ മരങ്ങളാ. ശാപ്പാടൊക്കെ കഴിഞ്ഞ് കിളി ഇതേ ഉച്ചമയക്കത്തിലേക്ക് കടന്നു, ഉറങ്ങിപ്പോയി. ഇപ്പൊ ഉച്ചയ്ക്ക് മുമ്പ് ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം നമ്മള് ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് പിന്നെ സമയം കിട്ടിയില്ല, വർത്താനം പറഞ്ഞിരുന്നു, ഉറങ്ങിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രാത്രിയിൽ ഉറക്കളച്ചിരുന്നില്ലേ? രാത്രി ഉറക്കളച്ചിരുന്നു. കേറ്റം നല്ല കേറ്റവാ, കുത്ത് കേറ്റാ. ഞാൻ അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും വിട്ടുള്ള ഒരു കളി. അത് ഇറക്കം വന്നപ്പോഴാണ് ഞാനൊന്ന് സമാധാനത്തിൽ ഒരു 4th ദിവസത്തേക്ക് എത്തിയത്. കേറ്റെന്ന് പറഞ്ഞാലേ ചെറിയ വഴികളായോണ്ട് നല്ല ഇതുണ്ട്. ഇപ്പൊ തന്നെ അത് കണ്ട വലിയ കേറ്റായിട്ട് തോന്നത്തില്ല. കൊത്ത് കേറ്റാ. ഇത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സ്ലോപ്പാ, പിന്നെ അങ്ങോട്ട് കേറ്റാ. ലിഫ്റ്റ് ആക്സിൽ പൊക്കി വെച്ചാൽ കുറച്ചുകൂടെ മൂവ്മെന്റ് ആവില്ലേ? പൊക്കി വെച്ചോ, കയറ്റം കയറുന്നിടത്ത് പൊക്കി വെച്ചാണോ? അത്
ഇച്ചിരി മൂവ് ആകും വണ്ടി. ഇറക്കിറങ്ങുന്നത് താത്തി വെച്ചതാ. ഇറക്കം ഇറങ്ങുമ്പോൾ താത്ത് വെക്കണം. പിന്നെ ടയർ പഞ്ചറായി പോയി. അയ്യോ ലോടുമ്പുറത്തല്ലേ. ഒറ്റയ്ക്കേ ഉള്ളു പുള്ളി. മലാല ഗാവ് അതെല്ലാം മറ്റേ ഈ മുട്ട എന്ന് തോന്നുന്നല്ലോ. ഇതൊക്കെ ഫോറസ്റ്റ് പാസ് വേണ്ടതായിരിക്കും. ഫോറസ്റ്റ് പാസ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ, ഈ വണ്ടികൾക്കൊക്കെ. വനത്തിനകത്തല്ലേ പോന്നേ. ഇത് സ്കൂളോ അംഗൻവാടിയാണോ? അംഗൻവാടി പ്രൈമറി സ്കൂളോ അല്ലായിരിക്കും. ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് എന്നാണേല്. ഇതുണ്ട് ഈ വനത്തിൽ ഇതുപോലെ ചെതൽപ്പുറ്റുകൾ ഒത്തിരി ഉണ്ട്. നല്ല വലിപ്പമുള്ള ചെതൽപ്പുറ്റുകൾ. നമ്മളെ ഇപ്പൊ എത്ര കിലോമീറ്റർ സ്പീഡിലാ പോന്നറിയാ? എത്തിയിട്ടില്ല. ആ അങ്ങനെ ഫസ്റ്റ് ഗിയറിലല്ലേ പോന്നേ. ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോ കയറ്റം പതുക്കല്ലേ പോകത്തുള്ളൂ. അങ്ങോട്ടേ ഭയങ്കര മഴയാന്ന് തോന്നുന്നു. നോക്കിയേ മഴക്കാറ് കണ്ടോ? ഭയങ്കര മൂടലാ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? എല്ലായിടത്തും പക്ഷെ ഓടുണ്ട് കേട്ടോ. എല്ലാത്തിലും പുതിയ വീടുകൾ പണിയുന്നതിന് ഓടുണ്ട്. ആ നല്ലൊരു മഴ പെയ്തങ്ങ് തോർന്നു. അപ്പം നമ്മളിത് എല്ലാപ്പൂരെത്തി. ഇതുണ്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ കണ്ടോ? എല്ലാപ്പൂര് KSRTC സ്റ്റാൻഡാണ്. മഴ പെയ്തുകൊണ്ടേ ഈ വഴി സൈഡിലിരുന്ന് വിൽക്കുന്ന കച്ചവടക്കാരെല്ലാം ഇപ്പം നനഞ്ഞ്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് ചെന്ന് ഇപ്പം തന്നെ നമ്മൾ അങ്കോള എല്ലാപ്പൂർ റോഡിലേക്ക് കയറും, അല്ലെങ്കിൽ NH 52 കയറും. കർണാടക പെൺകൊടികൾ നിൽക്കുന്നു. അതെ, ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പം നമ്മൾ എല്ലാപ്പൂർ ടൗണിൽ വന്ന് NH 52 കയറി, അതായത് അങ്കോളയിൽ നിന്ന് വരുന്ന വഴിയിലേക്ക്. ഇപ്പോൾ ബാക്കിലേക്ക് പോയാൽ അങ്കോള. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ കൽഗഡ്കി, ഹുബ്ലി, ധാർവാഡ്, ബെൽഗാം, കോലാപ്പൂർ, പൂന, അങ്ങനെ മുംബൈയിലേക്ക് പോകും. പിന്നെ അങ്കോള വന്ന് നമ്മൾ എല്ലാപ്പൂര് വരുന്ന വഴി വന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പം ഇപ്പം വന്ന കുംഡ, സിർസി, എല്ലാപ്പൂർ റൂട്ട് എങ്ങനെയുണ്ട്? നല്ല റൂട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓടിക്കാനും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കാണുന്നത്ര ഭംഗിയില്ലായിരുന്നു ഓടിക്കാൻ. ഓടിക്കാൻ അത്ര ഭംഗിയില്ലായിരുന്നു അല്ലേ? കയറ്റമായിരുന്നു മൊത്തം. ഫുള്ള് കയറ്റമായിരുന്നു. അത് നമ്മൾ പതുക്കെ വരത്തുണ്ടായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതൊരു കുറവായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഓക്കെ. എല്ലാം കൂടെ ഒത്തു കിട്ടുകയല്ല. അതെ. കിർവത്തി 20 കിലോമീറ്റർ. ഈ വഴിയൊന്നും 4 ലൈൻ ആക്കിയില്ലല്ലേ? ഓ, ഇതൊക്കെ എന്ന് 4 ലൈൻ ആകാനാ? നാഷണൽ ഹൈവേ അല്ലേ? നാഷണൽ ഹൈവേയാ. NH 52. ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ ഞാൻ ഓടിക്കാം. ശരിയാ, ഇല്ല ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഉറഞ്ഞു പോകും. ആ, ഈ വഴിയിലോട്ട് ഇറങ്ങിയപ്പോഴാ ലോറിയൊക്കെ കാണാൻ തുടങ്ങി. ഇഷ്ടംപോലെ ലോറി കാണുന്നു. ലോറിയെ ഇപ്പൊ കാണുന്നുള്ളൂ. ആ ഹോട്ടലുണ്ടോ? ഹോട്ടൽ മലബാർ. മലയാളിയാ, കാസർഗോഡുകാരുടെ കേട്ടോ. 40-40 വർഷമായിട്ട് ഇവിടെ ഉള്ളൊരു ഹോട്ടലായത്. അപ്പൊ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ആയി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മെയിൻ ഡ്രൈവർക്ക് വെച്ചാൽ റെസ്റ്റ് കൊടുത്തേക്കാന്ന് വെച്ചു. നമ്മുടെ കിളിയാണെങ്കിൽ നല്ല ഉറക്കത്തില്ല. അപ്പൊ നമുക്ക് കിളിക്ക് നാളെ മുതൽ നല്ല പണി കൊടുക്കണം. കിളി ഉഴപ്പാ. നാളെ മുതൽ നല്ല പണി കൊടുക്കണം. എന്നാ കുക്കിംഗ് ഒക്കെ നടത്തണം. പിന്നെ ഇപ്പൊ ടയറൊക്കെ നമ്മളാ നോക്കുന്നത്. മാറ്റണം. അതൊക്കെ ഒന്നും നോക്കുന്നില്ല. ഖാനാപ്പൂര് 93 കിലോമീറ്റർ, ബലഗാവി 145. ഇതിലെ ബൽഗാം പോവാം. അത് നല്ല അടിപൊളി ഒരു റൂട്ടാ. ബൽഗാവി ലെഫ്റ്റ് ആണ് ഇവിടുന്ന്. ഇതിലെ ബൽഗാം ഈ ലെഫ്റ്റിലേക്ക് പോയാലും പോവാം. അത് ചെറിയ വഴിയാ, സിംഗിൾ വഴിയാ. നമ്മൾ നേരെ പോകും. ഇതിലെ ഡാൻഡയിലേക്ക് പോകാൻ വേണ്ടി വണ്ടികൾ വന്ന് ഇതിലേ പോകുന്നത് ഇപ്പൊ. അപ്പൊ ഇതിലെയൊക്കെ നമുക്ക് പിന്നെ പോകണം. ഹംപി 231 കിലോമീറ്റർ, ധാർവാഡ് 74, ഹുബ്ലി 64. ഈ ഡണ്ടേലിയില് വാട്ടർ സ്പോർട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ കോളേജിൽ നിന്നൊക്കെ അങ്ങോട്ട് ടൂർ ഉണ്ടാവുന്നുണ്ട് നമ്മളവിടുന്ന്. പണ്ട് ഇതുവഴിയേ ടോള് കൊടുക്കാൻ പോകാൻ വേണ്ടിട്ട് കുറെ വണ്ടിക്കാർ ആ വഴി കയറി പോവായിരുന്നു. ഇപ്പോഴും പോകുന്നവര് കാണും 6 വീൽ വണ്ടികള്. ഈ വഴിക്ക് തന്നെ ടോൾ ഇരിക്കുന്നത്? ഈ വഴിക്ക് അധികം ഒന്നും ഇല്ല. ഇവിടുന്ന് പിന്നെ ഹുബ്ലി എന്നിട്ട് പിന്നെ ബൽഗാം വരെയുള്ള ഉണ്ടല്ലോ. അതപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡ്രൈവർമാർ അതിലെ കയറി പോന്നിട്ട് മുതലാളിക്ക് കണക്ക് എഴുതി കൊടുക്കും. അതിലെ പോകുന്നതെന്ന് പറയല്ല. ഇപ്പൊ ഫാസ്റ്റ് ആയതൊന്നും. ഇപ്പൊ പിന്നെ കാര്യമില്ല. അന്ന് റെസിപ്റ്റ് കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കല്ലേ. ഇപ്പൊ പോകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നേരത്തെ പോകുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ ഈ ടാങ്കർ ഇവിടെ മറിഞ്ഞതാ. വേറെ കമ്പനി വണ്ടിയാ. ഇപ്പൊ 2 അവിടെ കിടന്നില്ലേ? ഇതുണ്ടോ മറിഞ്ഞ? എന്താ കെമിക്കലായിരുന്നു. ഇവിടെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ആ വെസ്റ്റ് ബംഗാളിൽ കൂടെ പോയാലേ. അതെ, അതേപോലെ കറക്റ്റ് അതുപോലെ ആ സ്ഥലം പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ മഴ പെയ്തോണ്ടാ ഇവിടെ ഇച്ചിരി പച്ചപ്പായ. അല്ല മിക്കവാറും ഉണങ്ങി കിടക്കുമായിരിക്കും ഈ വനമൊക്കെ. ഈ എല്ലാപ്പൂർ അറിയപ്പെടുന്ന മലകളുടെ നാട്ടിലേക്കുള്ള കവാടം എന്നാണ് എല്ലാപ്പൂർ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാപ്പൂർ ഒരു നമ്മൾ ലെവൽ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു മല കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെറിയ ചെറിയ മലമ്പ്രദേശങ്ങളാണ്. കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് താനും ഇതിന് ചുറ്റും. പിന്നെ ഈ എല്ലാപ്പൂരും പരിസര പ്രദേശങ്ങളും എല്ലാം കൂടുതലും വനപ്രദേശമാണ്. പിന്നെ കൃഷികളുമുണ്ട്. ഒരുപാട് കൃഷികളുണ്ട്.
പിന്നെ സ്പൈസസ് ഉണ്ട്, അതേപോലെ ഇത് ചോളം, ഒത്തിരി സാധനങ്ങളുണ്ട്, ഒരുപാട് കൃഷികളുണ്ട്. ബെല്ലാരി 273 കിലോമീറ്റർ, കൽഗടിക്ക് 33 കിലോമീറ്റർ. ബെല്ലാരി രാജയുടെ നാട്ടിൽ കൂടെ പോന്നോ? ബെല്ലാരി പോണ്ട നമുക്ക്, വേണ്ടേ? ശരിയാണല്ലോ അല്ലേ. നമ്മുടെ ഈ ഒറീസ ആന്ധ്ര സൈഡ് പോകുന്നതിനേക്കാൾ ഈ സൈഡ് നല്ല പച്ചപ്പ. ഇങ്ങോട്ട് വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ലെവൽ റോഡല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റവും ഇറക്കവും വേറൊരു പ്രത്യേകത. ഈ സൈഡ് കരിമ്പൻ കൃഷിയാന്ന് തോന്നുന്നു അല്ലേ? കരിമ്പ. ഇത് വനമാ, ഇത് വനമാണേലും ഇടയ്ക്കെല്ലാം ആൾതാമസം ഉണ്ട് ഇതുപോലെ. ശരിക്കും ഇതും കൂടെ ഈ വഴിയും കൂടെ 4 ലൈൻ ആവേണ്ടതാ. അതായത് ആ ഹുബ്ലി വരെയുള്ള 4 ലൈൻ ആയി ഭംഗി ഉണ്ടാവില്ല. ഈ ഭംഗിയാണ് അല്ലേ, പക്ഷെ വണ്ടി ഓടിക്കാൻ സുഖമായിരിക്കും. സെന്റ് ജോസഫ് ചർച്ച് കിർവത്തി. ഇത് നമ്മുടെ എല്ലാപ്പൂരിനും കൽഗടിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ്, ചെറിയൊരു ടൗൺ. കിർവട്ടി, നല്ല പേര്. കിർവത്തി. ഈ കാഴ്ചകളൊക്കെ ഇപ്പൊ ഇതുപോലുള്ള ഈ ഗ്രാമങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് 4 ലൈൻ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആണ്. 4 ലൈൻ ആയി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പൊളിച്ചു മാറ്റിയല്ലേ, പിന്നെ റോഡ് സൈഡിലൊന്നും കാണുകയല്ലോ. ഇല്ല, കുറച്ച് മരങ്ങൾ സൈഡിൽ നിൽക്കുന്നത് മാത്രം. മരങ്ങളും കാണുകയല്ല, മരങ്ങളുള്ളതൊക്കെ വെട്ടിക്കളയല്ലേ. പിന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ മരങ്ങൾ കാണും, അത്ര തന്നെ. അന്നേരത്തേനും വീണ്ടും റോഡ് വീതി കൂട്ടാറാവും. 4 ലൈൻ ആണ്, പിന്നെ അന്നേരത്തേനും 6 ലൈൻ ആക്കാൻ ആവും. ഇത്ര നേരം നമ്മൾ വന്ന സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ വണ്ടി പോയ ആൾക്കാർ പോയി. ഇവിടെ എല്ലാം കണ്ടില്ല, ആൾക്കാര് ഈ പിക്കപ്പിലും ഒക്കെയാ പോകുന്നത്. പണി കഴിഞ്ഞ് പോന്നാന്ന് തോന്നുന്നവരൊക്കെ. മഴക്കാറൊക്കെ മാറി. ഇതൊക്കെ ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സാ. ആ ബിൽഡിങ്ങുകളൊക്കെ അതെ ഓടൊക്കെ ഇട്ട് നല്ല പഴയ രീതിയിൽ പഴയ വീടുകളാ അതെല്ലാം. ഈ സ്ഥലം ഓർമ്മയുണ്ടോന്ന് പറയാം. ഈ മുന്നോട്ട് കാണുന്ന ഈ വഴി എന്തേലും പരിചയം ഉണ്ടോന്ന് നോക്കി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓർക്കുന്നില്ല? ഇല്ല. പണ്ട് ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ, ആ ബൈക്ക് നിൽക്കുന്നിടത്താണ് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ട് ബൈക്കുകാര് വന്ന് പുറകിൽ ഇടിച്ചു കയറി. അതെങ്ങനെയാണ് ഓർക്കാൻ? ആക്സിഡന്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഏതാണ്ട് 6-ലോ പഠിക്കുമ്പോ കണ്ട ബൈക്കുകാര് രാത്രി സ്പീഡ് വന്നിട്ട് ലോറിയുടെ അടി ഇടിച്ചു കയറിയിട്ട് 2 പേരും മരിച്ചുപോയി. മരിച്ചെന്ന് പറഞ്ഞാൽ ആളവിടെ ഇരിക്കുക നേരം. അയ്യോ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ പുറകിലത്തെ കമ്പയിലോട്ട് കയറി വളഞ്ഞു കിടക്കുവായിരുന്നു. അതന്നെ അവിടെ ഇവിടെ വെച്ചായിരുന്നു ആ ആക്സിഡന്റ്. രാത്രിയിലല്ലായിരുന്നോ? രാത്രിയിലായിരുന്നു. രാത്രിയിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊരു 9-10 മണി ആയപ്പോഴാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആക്സിഡന്റ് ആയിരുന്നു. ഈ റോഡിൽ ആദ്യം നിങ്ങൾ വരുന്നു വന്നേരം. ആക്സിഡന്റ് ചെറുതൊന്നുമല്ല, നല്ല ആക്സിഡന്റ് ആയിരുന്നു. അതില് 3 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഒരാൾ അപ്പുറത്തെ സൈഡില് പറമ്പിൽ വീണു. സ്കൂട്ടർ ആയിരുന്നു പേടിച്ചത്. അതെ. എന്നിട്ട് അന്നേരം നമ്മള് വരുമ്പോഴാണ് ഫോറസ്റ്റുകാരൊക്കെ അവിടുന്ന് ഓടി വരുന്നു വണ്ടിയുടെ അടുത്തേക്ക്. ആ ആക്സിഡന്റും കണ്ടിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്ന് രാത്രി മൊത്തം ഇരുന്നതായിട്ടില്ല. എനിക്ക് 2017 18-ലായിരിക്കും. 2018 എനിക്ക് തോന്നുന്നത്. 2018 അല്ല, 17 അല്ല. 17-ലോ 18-ലോ ആ ഒരു സമയത്താ. ഇതൊരു ദർഗയാ. അങ്ങോട്ടൊക്കെ നല്ല കൃഷിയിടങ്ങളാ. അതുകൊണ്ടോ മൊത്തം കൃഷി സ്ഥലങ്ങളാ. ചോളം, കരിമ്പ്, നെല്ല്, ഏണ്ടെല്ലാം ഉണ്ട്. ഒത്തിരി കൃഷികളുണ്ട്. കാളെ ഉഴാൻ വേണ്ടി കൊണ്ടുപോകുന്ന കേട്ടോ. അല്ല, പോയിട്ട് വന്നായിരിക്കും. വൈകുന്നേരം ആയില്ലേ? ഇല്ല, അതവിടെ സർവീസിന് പോയിട്ട് വരിക. പണി തുടങ്ങിയില്ല. അതുകൊണ്ടാ, ചെളിയൊന്നും ഇല്ലല്ലോ. ഇതുണ്ട്, ഇതെല്ലാം വീടുകളുടെ ഏരിയ ഉണ്ടോ? അങ്ങോട്ടൊക്കെ നിറച്ച് വീടുകൾ. എല്ലാ വീടും കണ്ടോ, ഓടിട്ട വീടുവാ. ഉള്ളിലേക്ക് ഒരുപാട് വീടുകളുണ്ട്. അങ്ങോട്ട് അപ്പുറം ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഏരിയയിലോട്ട് കൂടുതലും കൃഷിക്കാരാ. എല്ലാം നമ്മളീ വന്ന വഴിക്ക് എല്ലാം കൃഷിക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കൃഷിയാണല്ലോ ഇവിടെയൊക്കെ മെയിൻ. ഇവിടുത്തെ മെയിൻ വരുമാന മാർഗം കൃഷിയാണല്ലോ. ആനിമൽ ക്രോസിംഗ്. മാന്റെ ഒക്കെ പടം. മാൻ മാത്രമേ ഉള്ളോ? ഇപ്പോഴല്ലേ മാന്റെയിലും കാണാൻ തുടങ്ങിയ. നേരത്തെ തൊട്ട് ഫോറസ്റ്റ് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സംഗതി കോപ്പ. കോപ്പാന്ന് ഞാൻ പറഞ്ഞത്. ഈ വീടുകളൊക്കെ കണ്ടോ? ഇതെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. പിള്ളേരൊക്കെ വൈകുന്നേരം ഇറങ്ങി കളിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസ്തമിച്ചില്ല, അസ്തമിക്കാൻ പോകുന്നുള്ളൂ. അസ്തമിക്കാറായി. ഇതുകൊണ്ടോ അങ്ങ് താന്നു. കുറച്ച് വെട്ടോടെ ഉള്ളൂ. ഈ സ്ഥലപ്പേര് എന്നാന്നറിയോ? ജുഞ്ചനബെയിൽ ക്രോസ്. ജുഞ്ചനബെയിലേക്ക് പോകുന്ന ക്രോസ് ആക്കി. ഇതൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണ്. കണ്ടോ, തേക്കുന്നടി. അത് ലേലം ചെയ്യാനുള്ളതാന്ന് തോന്നുന്നു. മനത്തിൽ നിന്ന് വെട്ടി മുറിച്ചുകൊണ്ടിട്ടേക്കും. ആകാശം എന്നാ ഭംഗിയെന്ന് നോക്കിയേ.
ആ സൈഡിലായാലും കളറുണ്ട് അപ്പുറ സൈഡ്. പക്ഷെ അവിടെ എല്ലാം മരം. ഇത് വേറൊരു ചെറിയ ഗ്രാമം. എല്ലാരും വൈകുന്നേരം ആയപ്പോ കടയുടെ അവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് ടൗണിലൊക്കെ. ഇത് ആ ചേട്ടൻ കൈ പൊക്കി കാണിച്ചായിരുന്നു വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാ. ഇവിടെ ഇപ്പൊ നല്ല കാലാവസ്ഥ, ചൂടൊന്നുമില്ല, എന്നാ ആവിയില്ല, ചെറിയൊരു തണുപ്പൊക്കെ. പ്രായമായവരല്ലവേ ഇങ്ങനെ ഇവിടെ വന്ന് ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. നല്ല രസമല്ലേ? നല്ല രസാ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പനി ഓടി ഇങ്ങനെ ഇരിക്കും. അവർക്കല്ലേ സമയമുള്ളൂ. അല്ലാണ്ട് പ്രായം കുറഞ്ഞവരും വന്നിരിക്കുന്നുണ്ട്. പ്രായം കുറഞ്ഞവരും ഉണ്ട് കുറച്ച് പേരൊക്കെ. എന്നാലും കൂടുതലും പ്രായമുള്ളവരെ നമ്മൾ കാണുന്നത്. കരിമ്പൻ തോട്ടത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. അപ്പുറത്ത് വാഴത്തോട്ടമൊക്കെ ഉണ്ട്. എക്കനഹള്ളിയാണോ? ആ വണ്ടിയും അസ്തമയവും എല്ലാം കൂടെ നല്ല രസമല്ലേ? ടാങ്കറാ കിടക്കുന്നത്. അപ്പൊ ഇതാണ് ഖൽഗഡ്കി. ചെറിയൊരു ടൗണാണ്. പക്ഷെ ഈ ടൗണിന്റെ ഔട്ടറിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഈ മാർക്കറ്റ് ദിവസമൊക്കെ ഇവിടെ വരണം, ഭയങ്കര തിരക്കായിരിക്കും. ഇതുവഴി വരുമ്പോ അത്യാവശ്യം നല്ലൊരു ടൗണിലൊന്നാ. നല്ലൊരു ടൗണാണ്. എല്ലാ പിന്നെ അത്രയില്ല, ഇത് ചെറിയത്. ഖൽഗഡ്കി ബസ് സ്റ്റാൻഡ്, KSRTC സ്റ്റാൻഡ്. സൈഡിൽ ഫ്രൂട്ട്സ് കടയും പൂക്കടയൊക്കെ ഉണ്ട്. പൂക്കടയുണ്ട്. ഇന്ന് പൂ കുറവാ. കണ്ടോ ലോറിയിൽ ആൾക്കാർ വന്ന് ഇറങ്ങുന്ന നോക്കി, എത്ര പേരാന്ന് നോക്കി. കേറി നിക്കുക, എല്ലാരും ഇങ്ങനെ അടുങ്ങി നിക്കുക. ഇവിടുന്നേ കണ്ടോ ഹുബ്ലി നേരെ പോവും ധാർവാഡ് ഹിരേഹൊണ്ണള്ളി. ഇവിടുന്നേ അതായത് നമ്മുടെ കൽഗഡ്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറി പോവും. ഇതൊരു സിംഗിൾ റോഡാ. ഇപ്പൊ സിംഗിൾ അല്ല, ഇച്ചിരി വീതിയുണ്ട്. ഇവിടെ പണ്ട് ഇതിലെ രാത്രിക്ക് വണ്ടി പോകത്തില്ലായിരുന്നു. ഇപ്പൊ ആ റോഡിലേക്ക് നമ്മൾ കയറി. ഇവിടെ ഫോറസ്റ്റുകാർ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവരിവിടെ ബ്ലോക്ക് ചെയ്യും വണ്ടികളെല്ലാം രാത്രിയില്. എന്നിട്ട് കുറെ വണ്ടികൾ വന്നു കഴിയുമ്പോൾ ഒരു 8-10 വണ്ടി 10-15 വണ്ടിയൊക്കെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലുള്ള വണ്ടികള് ഒരു പോലീസുകാരൻ്റെ ആള് തോക്കുകൊണ്ട് കയറിയിരിക്കും. ലോറിയല്ലേ, ഏറ്റവും ബാഗിലെ വണ്ടിയിലും അങ്ങനെ കയറും. എന്നിട്ട് ഇവിടുന്ന് ഈ പോലീസുകാര് ഈ 35 കിലോമീറ്റർ അപ്പുറം ചെന്ന് അവിടുന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് രാത്രിക്ക്. അപ്പൊ അവിടെ കൊണ്ടുവിട്ടിട്ട് അവിടെ പോലീസുകാർ ഇറങ്ങും. എന്നിട്ട് വണ്ടി നമ്മളങ്ങ് പോകും. ഇങ്ങോട്ട് വരുന്ന വണ്ടിയിൽ അതേപോലെ തന്നെ അവർ കയറി വരും. അങ്ങനായിരുന്നു ഇവിടെ പൊക്കോണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കള്ളന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, പിടിച്ചു പറയാറൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട്. അപ്പം അതുകൊണ്ട് അന്ന് അങ്ങനെ പൊക്കോണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം മുന്നേ കേട്ടോ, ഒരു 2000, 98, 2000, 2005, 2006, 2007 വരെയൊക്കെ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വഴിയൊക്കെ നന്നായി. പിന്നെ പണ്ടത്തെ അത്ര പ്രശ്നം ഇപ്പം ഇല്ല. അപ്പൊ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതിലെ മൊത്തമൊന്നും വന്നിട്ടുണ്ടാവില്ല, അന്നൊക്കെ വഴിയൊന്നും മോശമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹുബ്ലി വഴിയാ പോയത്. ഇപ്പം വഴി ഏകദേശം വലിയ കുഴപ്പമില്ല. കണ്ടോ ഇപ്പൊ നല്ല ഇച്ചിരി വീതി കൂട്ടി ടാർ ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മുടെ കിളി എണീറ്റു. നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റിട്ടുണ്ട്. എന്നാ ഉറക്കമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. സമയം 7:30 ആയതേ ഉള്ളൂ. ഞാൻ എപ്പോഴാ കിടന്നത്? 4:00 അത് മതി. 4:30 കിടന്നാ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും, നമ്മുടെ മെയിൻ ഡ്രൈവർ കിടന്ന് ഉറങ്ങിക്കോ കുറെ നേരം. പണ്ടൊക്കെ ഇതിലെ വരുമ്പോഴേ ഒന്നുമില്ല, 2-3 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ 1-2 പെട്ടിക്കടകളൊക്കെ. ഇപ്പൊ അത് ഇഷ്ടംപോലെ ആളും കടകളും ഒക്കെ ആയി, പുരോഗമിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ 2 സൈഡും പുളിമരങ്ങളാ. കുറെ ദൂരം ഇങ്ങനെ കുറെ പുളികളുണ്ട് 2 സൈഡിൽ. നല്ല രസമാണ്. തമിഴ്നാട്ടിലൊക്കെ പോലെ. തമിഴ്നാട്ടിലെ പോലെ. ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഫോറസ്റ്റ് പോലീസുകാർ വണ്ടി തടയുമെന്ന് ഇങ്ങോട്ട് വരുന്നേ. ഇവിടെ ആയിരുന്നു അങ്ങോട്ട് പോകുന്ന വണ്ടികൾ തടഞ്ഞിട്ട് പോലീസുകാർ കൂടെ കയറി വരുന്നേ. അപ്പൊ നമ്മൾ ആ പ്രശ്നമുള്ള ഏരിയ കഴിഞ്ഞു. ഈ ഹൈവേ കൂടെ മോളിൽ കൂടെ വേണ്ട പോകേണ്ടത്. പ്രശ്നമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒന്നും അങ്ങനെ പോലീസുകാർ കൂടെ വന്നൊന്നും അല്ല പോകുന്നേ. പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പം ഇങ്ങനെ നമ്മള് അപ്പൊ ഹുബ്ലി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഹുബ്ലി ചെല്ലാതെ തന്നെ നേരെ ധാർവാഡിലേക്ക് എത്തി. പെട്ടെന്ന് എത്തി. അതിപ്പം വഴിയൊക്കെ നന്നായി. 2 വണ്ടി പാസ്സാകാനുള്ള വീതിയുണ്ട്. വഴി ഒരു നല്ല വഴിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിയെത്തി. നേരത്തെ ഇങ്ങനെ ഇതിലെ ഇപ്പൊ നമ്മളിങ്ങോട്ട് തിരിയാൻ നേരെ അങ്ങ് ചെന്നാൽ ധാർവാഡ് ടൗണിൽ കൂടെ കയറിയായിരുന്നു അങ്ങോട്ട് ബെൽഗാം ഒക്കെ പോന്നേ. ഇപ്പൊ പിന്നെ അതെല്ലാം ബൈപ്പാസ്സായി. ഇപ്പൊ പുതിയ ബൈപ്പാസ്സായി. ഇതിലെ കയറി ഇങ്ങനെ ആ ഹൈവേ കൂടെ അങ്ങ് കയറി. ഇതിലേക്ക് വന്നിട്ടേ ഒരുപാട് കാലമായിരുന്നു ഈ റൂട്ടിൽ വന്നിട്ട്. പണ്ടത്തെ സ്ഥിരം റൂട്ടായത്. ഇവിടുന്ന് ഇതിപ്പം 4 ലൈൻ ആക്കിയോണ്ട് ഇതിലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കയറത്തില്ല. ഇവിടെ കട്ടിങ് ഇല്ല. അപ്പുറേ പോയി യൂട്ടേൺ എടുത്ത് വേണം കയറാൻ. നമുക്ക് റൈറ്റിലോട്ടാ പോകണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നേരെ ബാംഗ്ലൂരാ. ഹുബ്ലി ബാംഗ്ലൂർ. നമുക്ക് റൈറ്റ്. നമ്മൾ റൈറ്റ്.
കാറൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്, നോക്കി തിരിച്ചോ. അതാ വണ്ടികൾ അതിവിടെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ അല്ലാതെ ഇങ്ങോട്ട് കയറാനൊരു സംഭവം ഉണ്ടാക്കി വെക്കണ്ട. ചുമ്മാ അതാ വരുന്നവരാരും നിർത്തുവോ, ഭയങ്കര സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. നമ്മളിപ്പം വന്ന വഴിയാ താഴെ കാണുന്നത്, അതിലേ നമ്മൾ വന്നേ കേട്ടോ. അതിലേ വന്ന് ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ പാലത്തിന് മുകളിൽ കയറിയത്. മുംബൈ 564, പൂനെ 412, സംഗേശ്വർ 119, കോലാപ്പൂർ 180, ബെൽഗാവി 72, കിത്തൂർ 25. NH 48 ഇത് ധാർവാഡ് ബൈപ്പാസാ. ഇല്ല റൈറ്റിലേക്ക് പോയാൽ ധാർവാഡ് ടൗണിലേക്ക് പോവാം. ധാർവാഡ് നല്ലൊരു ടൗണാ, വലിയ ടൗണാ. ബെൽഗാം ഒക്കെ പോലെ തന്നെ ഒരു വലിയ ടൗണാ. നമുക്ക് നേരെ ഈ ബൈപ്പാസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വന്നോണ്ടിരുന്നില്ലേ, അന്നേരം നമ്മള് ധാർവാഡ് ടൗണിൽ കൂടെ കയറിയായിരുന്നു വണ്ടികൾ, ലോറികളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ NH 48 ഡൽഹി ചെന്നൈ ഹൈവേ ആണ്. പഴയ NH 4 ആയിരുന്നു ഇത്, അതായത് ബോംബെ ബാംഗ്ലൂർ ഹൈവേ ആയിരുന്നു. ഇപ്പൊ അത് ഡൽഹി തൊട്ട് ചെന്നൈ വരെ നീട്ടി, അതാണ് NH 48. ഇപ്പൊ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, മുന്നോട്ട് കുറെ റോഡിന്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. 6 ലൈൻ ആക്കി പണിതുകൊണ്ടിരിക്കുക. 6 or 8 ആണെന്ന് തോന്നുന്നു, 8 ആക്കിയാ പണി. അതൊരു ദാവയാ. എന്നാ പാർക്കിംഗ് ആന്ന് നോക്കിയേ, എന്നാ വലിയ പാർക്കിംഗ് ആണ്. അതുകൊണ്ട് വണ്ടിയെല്ലാം ഇട്ട് കിടന്ന് ഉറങ്ങാനും ഒക്കെ നല്ല സൗകര്യമല്ലേ. അപ്പൊ അതെ നമ്മൾ കിത്തൂർ ഇവിടെ കിടന്ന് ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പം ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. ഇപ്പറേ വേറൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. കാർ ഇവിടെ വന്ന് കാപ്പി കുടിക്കാനോ അല്ല വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനോ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഒത്തിരി വണ്ടിക്കാർ വന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര ധാബകളൊന്നും ഇല്ല, ആ ഒരെണ്ണമുള്ളൂ, ഭാരത് മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ. അപ്പോഴേ വൈകുന്നേരത്തേന് എന്നേലും വേണ്ടേ, നമുക്ക് ചായയും കടും കാപ്പിയും വെക്കാം. ഉച്ചക്കത്തെ ഫുഡ് എല്ലാവർക്കും വെയിറ്റ് പോയത് കൊണ്ട് അധികം വിശപ്പില്ല. എന്നാ പിന്നെ ചെറിയ നല്ല തണുപ്പാ ഇവിടെ കേട്ടോ. തണുപ്പുണ്ട്, നല്ല കാറ്റും. അപ്പൊ എന്തേലും ചെറുതായിട്ട് വെക്കാം. മുട്ട മേടിച്ചിട്ടുണ്ട്, മുട്ട വേണേ പുഴുങ്ങാം, വേണമെങ്കിൽ. മുട്ട വേണമെന്ന് എനിക്കില്ല. എന്നാ പിന്നെ റസ്കും കടുങ്കാപ്പിയും കുടിക്കാം. അടുക്കള അയ്യോ വെട്ടമില്ലേ. അടുക്കളയൊക്കെ ഇപ്പൊ ഞാൻ തുറന്നു തരും, ഇനി തന്നെ തുറക്കണം കേട്ടോ. ആയിക്കോട്ടെ. ചേച്ചയ്ക്കൊന്നും വേണ്ട. അതെ, നല്ല ഉറക്കവാ. അത് ഇവിടെ കിടന്ന് ഉറങ്ങാനും നല്ല സുഖമാണ്, കാറ്റല്ലേ. വണ്ടിക്കകത്ത് കാറ്റില്ലേലും നല്ല തണുപ്പാ. അപ്പോൾ ഈ ട്രിപ്പിലെ ആദ്യത്തെ കുക്കിംഗ് ആണ്. അടുക്കള തുറന്നിട്ടുണ്ട്. ഇതന്നെ ശകല തിരിക്കാവുള്ളത്. എന്നാന്നറിയോ, മറ്റേ ചെറിയ അടുപ്പ് പോലല്ല, നല്ല ഗ്യാസ് വരും. അപ്പം കത്തി നമ്മുടെ പുതിയ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്നാ ചിരിക്കുന്നേ? ഒന്നുമില്ല, കുക്ക് ചെയ്യാനൊക്കെ അറിയാം, ഉണ്ടാക്കാനൊക്കെ അറിയാം. പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ സ്വയം അങ്ങനെ പറയാതെ, ഞാൻ കഴിച്ചിട്ട് പറയാം. അങ്ങനെയല്ല, ഓരോരുത്തർ ഉണ്ടാക്കുന്നതിന് ഓരോ ടേസ്റ്റ് ആണല്ലോ. അന്നേരം അത് നല്ലല്ലേ, അതൊരു വ്യത്യസ്തമായ ടേസ്റ്റ്. കാപ്പിക്കൊന്നും വലിയ ടേസ്റ്റ് വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അധികം തണുപ്പിക്കൊന്നും വേണ്ട, നല്ല തണുപ്പ്, നല്ല കാറ്റുമുണ്ട്. പഞ്ചസാരയൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നമ്മളാരും അധികം പഞ്ചസാര കഴിക്കുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് മതി. ഇതുപോലെ തണുപ്പത്ത് കടുങ്കാപ്പി കുടിക്കുന്ന ഒരു സുഖം അതൊന്നും വേറെയാ. അതെ, ചെറുതായിട്ടൊന്ന് അമക്കിയാൽ മതി, ഇത്ര ബലം പിടിക്കണ്ട. അടഞ്ഞല്ലേ? അങ്ങനല്ല ഒരു പ്രാവശ്യം ഇത് ഞാൻ കാണിച്ചു തരുവേ. അങ്ങനല്ല, ഇടത് കൈ കൊണ്ട് അത് തള്ളിപ്പിടിക്കുക, ഇടത് കൈ കൊണ്ട് അങ്ങനെ തള്ളിപ്പിടിച്ചിട്ട് മുറിക്കാൻ മതി. അതില്ലേ ഇച്ചിരി അതെന്നാന്നറിയോ, അത് ഈ വണ്ടി ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ സഹായം വേണം. ഇത് ഇങ്ങനെ പിടിക്കുക, ഇച്ചിരി നല്ല ബലത്തിൽ അകത്തോട്ട് തള്ളണം. ഇച്ചിരി ടൈറ്റ് ഉണ്ട്. പോയേക്കാം പിടിച്ചോ. ഒക്കെയാലും കുറെ അങ്ങ് പോയിട്ടേ, ഇത് രാത്രി ഫുള്ള് ഓടണ്ട, കുറെ അങ്ങ് പോയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. വലിയ ധൃതിയൊന്നുമില്ല, എപ്പോഴെങ്കിലും കൊണ്ട് കൊടുത്താൽ പോരാ. ഇതിലൂടെ ഒരാള് തലവണ്ണയും കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങുന്നേ, നല്ല ഉറക്കം. ഉറങ്ങട്ടെ, നല്ലപോലെ ഉറങ്ങട്ടെ. ഇത് ഈ ഓപ്പോസിറ്റ് കാണുന്നുണ്ടല്ലോ പൊന്നോ, അതൊരു മലയാളി ഹോട്ടലാ കേട്ടോ. ഒത്തിരി വർഷം ആയതാ, 10-40 വർഷമെങ്കിലും കുറഞ്ഞായിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ഈ റൂട്ടിൽ എന്ന് വരാൻ തുടങ്ങി 98 തൊട്ട് ഞാൻ ഈ വഴിയിൽ വന്നിരുന്ന, അന്ന് തൊട്ടും ഉണ്ട് ഇത്. അന്നത്തേക്ക് ഫേമസ് കടയായിരുന്നു. വണ്ടികളെല്ലാം നല്ല സ്പീഡിൽ പറന്നാ പോന്നേ. രാത്രിയല്ലേ, പിന്നെ വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അതെ, ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏറ്റിട്ടുണ്ട്. ഉറക്കം കഴിഞ്ഞോ? അതോ അപ്പൊ ഇനിയിപ്പോഴേ ഇന്ന് രാത്രി അധികം ഓടുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയി ഏതെങ്കിലും ദാവേലോ വല്ലോ ഒതുക്കിയിട്ട് കിടന്നുറങ്ങാം. ബെൽഗാം അടുക്കാറായി. നിപ്പാനി 84 കിലോമീറ്റർ.
പൂനെക്ക് 350 കിലോമീറ്റർ. പതിനൊന്ന് ബോർഡറാണ്. അപ്പം 84 കിലോമീറ്റർ കൂടെ ഓടിയാൽ നമ്മൾ ബോർഡർ എത്തും. മഹാരാഷ്ട്ര ബോർഡർ. അതെ, കർണാടക ഓടി തീർന്ന് മഹാരാഷ്ട്ര കയറാം. KK കൊപ്പ, കമക്കരട്ടി. എന്തൊരു സ്ഥലപ്പേരുകളാ. ഈ കാട്ടിലൊക്കെ പണ്ട് കള്ളന്മാരൊക്കെ ഉണ്ടായിരുന്ന അവിടെ ഹൈവേ പോലീസ് ഇടയ്ക്ക് കിടപ്പുണ്ട്. ഇപ്പം ഒന്നും വരെ അത്ര പ്രശ്നമില്ല. പണ്ട് സിംഗിൾ റോഡായിരുന്ന സമയത്ത്. സുവർണ വിധാൻ സൗധ, അതാണ് വിധാൻ സൗധ, ഇവിടുത്തെ നിയമസഭാ മന്ദിരം. എന്ത് രസമല്ലേ കാണാൻ. നല്ല രസമല്ലേ? ലൈറ്റ് ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അങ്ങ് അകലെ കാണുന്നത് കണ്ടോ, അത് ബലഗാവി ടൗണാ. ബെൽഗാം വലിയ ടൗൺ ആണെന്ന് തോന്നല്ലേ? വലിയ ടൗണാ. ഇപ്പൊ സമയം ഇത്രയും രാത്രി 10-12 മണിയായിട്ടും വെട്ടമുണ്ട് അന്തരീക്ഷത്തിൽ. ഭയങ്കര വെട്ടാ, ഒരു ഇരുട്ട് തോന്നുന്നില്ല. ഇതുണ്ടോ, വലിയൊരു എലിവേറ്റഡ് ഹൈവേയാ മോളിൽ. അങ്ങോട്ടുള്ള ലൈന് അതേ കൂടെ പോന്നേ. ഇത് വലിയൊരു കയറ്റമായിരുന്നു. ആ കയറ്റം കുറച്ച് ഒറ്റ പാലം. എത്ര കിലോമീറ്റർ ആണെന്നറിയോ? നല്ല രസമുണ്ടല്ലേ? നല്ല ദൂരമുണ്ട്. ഇതൊരു ദാവയാ. നമുക്കെന്നാലേ ഇവിടെ ഒതുക്കി ഇട്ടിട്ട് ഇവിടെ കിടക്കാം. സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ദാബയ്ക്കകത്ത് കയറ്റി ഒതുക്കി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം.